റൂബീസ് കിച്ചൺ. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ടൊമാറ്റോ ഫ്രൈ ആണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ രീതിയിലുള്ള ടൊമാറ്റോ ഫ്രൈ എങ്ങനെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ടൊമാറ്റോ ഫ്രൈയുടെ ചേരുവകളൊക്കെ ഒന്ന് നോക്കാം. ഞാനൊരു 3-4 തക്കാളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സവാള വേണം, ഒരു കഷ്ണം ഇഞ്ചി, 2 അല്ലി വെളുത്തുള്ളി, 2-3 പച്ചമുളക് നമുക്ക് വേണം. ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടുക. പിന്നെ വേണ്ടത് നമ്മൾക്ക് അല്പം ടൊമാറ്റോ സോസ് വേണം, മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി വേണം, ഉപ്പ്, ഒരല്പം കളറ് വേണം, ഒരല്പം കറിവേപ്പില, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഇല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാം ഓയിലോ ഏതായാലും അങ്ങനത്തെ ഏതെങ്കിലും ഓയിലായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഈ സവാളയുടെ പകുതി മതി. അപ്പോൾ ഞാൻ സവാള എടുത്തൊന്ന് സ്ലൈസ് ചെയ്ത് വയ്ക്കുന്നുണ്ട്. സവാള നമ്മൾ പരമാവധി കനം കുറഞ്ഞ് അരിയുക. അപ്പോൾ ബാക്കി സവാള ഞാൻ മാറ്റിയാണ്, പകുതി മതി നമുക്ക് സവാള. പിന്നെ നമ്മൾക്ക് ഈ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതൊക്കെ ഒന്ന് അരിഞ്ഞു വയ്ക്കാം. അപ്പോൾ അതൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്ക് തക്കാളീനെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. തക്കാളി കട്ട് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം. നമ്മൾ സാധാരണ കറിക്ക് കട്ട് ചെയ്യുന്ന പോലെയല്ല കട്ട് ചെയ്യേണ്ടത്. നമ്മൾക്ക് കട്ട് ചെയ്യാനായിട്ട് ഒരു തക്കാളി എടുത്ത് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് ഇതേമാതിരി റൗണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യേണ്ടത്. അതേമാതിരി തന്നെ രണ്ടറ്റവും നമ്മൾക്കൊന്ന് മാറ്റി വയ്ക്കാം ഇതിൽ നിന്ന്. ഇതേ രീതിയിലാണ് ടൊമാറ്റോ ഫ്രൈയുടെ ടൊമാറ്റോ നമുക്ക് കട്ട് ചെയ്യേണ്ടത്. ടൊമാറ്റോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം പച്ച എടുക്കരുത്, അധികം പഴുത്തത് എടുക്കരുത്. അതിൻ്റെ ഇടയ്ക്കുള്ള ഒരു പരുവത്തിലുള്ള തക്കാളി എടുക്കണം. പിന്നെ ഒരുപാട് വലിയ തക്കാളി എടുക്കരുത്. നീളം കൂടിയ തക്കാളി നോക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾക്ക് ഇതേമാതിരത്തെ റൗണ്ട്സ് ഒരുപാട് കിട്ടും. പിന്നെ ശ്രദ്ധിക്കാനുള്ളത് അത്രയാണ് തക്കാളി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഞെട്ടിയൊന്നും നമ്മൾ ഇതിനകത്ത് ഇടരുത്. അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് നമ്മൾക്ക് മാറ്റിക്കളയാം. അപ്പോൾ തക്കാളി ഇതേമാതിരി കട്ട് ചെയ്യാനായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. തക്കാളി അറ്റം കട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം, തെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ കട്ട് ചെയ്ത് നമുക്കിവിടെ മാറ്റി വയ്ക്കാം. ഞാൻ ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നന്നായിട്ട് തിളച്ചെടുക്കേണ്ട വെളിച്ചെണ്ണയാണ്. ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മളുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, കറിവേപ്പില ഇത്രയും ഇട്ടൊന്ന് വഴറ്റി കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് ഇത് വാടി കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങോട്ട് വഴറ്റണ്ട. ഒരു മീഡിയം പരുവത്തിലാകുമ്പോൾ നമ്മൾക്കിത് തീ ഓഫ് ചെയ്ത് ഇതിൻ്റെ മസാലയൊക്കെ ചേർക്കാം. ഇതിപ്പോൾ നമ്മൾക്കൊരു മീഡിയം ആയി കിട്ടിയിട്ടുണ്ട് സവാള. നമ്മൾക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം, ഒരു 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തീ ചുരുക്കിയിടാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഈ മസാല ഇടുന്ന സമയത്ത് തീ ചുരുക്കിയിട്ടിട്ട് നമ്മളുടെ മസാലകൾ അതിൽ ചേർക്കാവൂ. ഇനി ഇതിലേക്ക് നമ്മളുടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളീനെ ഇട്ട് കൊടുക്കുക. ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കുക. നന്നായി ഒന്ന് മിക്സാക്കാം. മസാലകളൊക്കെ എല്ലായിടത്തും എത്താവുന്ന രീതിയിൽ നമ്മൾക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. തക്കാളിയും ഇതേപോലെ തന്നെ ഒരുപാട് അങ്ങോട്ട് വാടണ്ട. നമുക്കൊരു ഹാഫ് കുക്കാക്കി എടുത്താൽ മതി. ഇതിപ്പോൾ ആ പരുവത്തിലേക്ക് ആയിട്ടുണ്ട്. നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് തെളിഞ്ഞ് കാണണം, കുഴഞ്ഞു പോകരുത്. അപ്പോൾ ഒരു ഹാഫ് കുക്കിലെ തക്കാളി വഴറ്റിയെടുക്കാവൂ. ഇതിലേക്ക് നമ്മൾക്ക് തീ ചുരുക്കിയിട്ടിട്ട് ഒരു 1/4 സ്പൂണ് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഒരല്പം റെഡ് കളറ് തിളച്ച വെള്ളത്തിൽ ഞാൻ കലക്കിയതാണ്, അതും ഒഴിച്ചു കൊടുക്കാം. റെഡ് കളറ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. നമ്മൾക്കത് ഉപയോഗിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ ഇത്തിരി കളറ് കിട്ടാൻ വേണ്ടി ഒരല്പം ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ തക്കാളി ഫ്രൈ ആയിട്ടുണ്ട്. നമ്മൾക്കിത് ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്ത് ഒന്നും കൂടി ഇളക്കിയിട്ട് നമ്മൾക്കൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാം. അപ്പോൾ ഞാനൊരു ക്വാർട്ടർ പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ തക്കാളീനെ മാറ്റി എല്ലായിടത്തും പ്ലേറ്റിലേക്ക് എത്താവുന്ന രീതിയിലൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ തക്കാളി
ഫ്രൈ ഇവിടെ, അതല്ലെങ്കിൽ ടൊമാറ്റോ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ രീതിയിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇത് ചെയ്തു നോക്കുക. വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. നമ്മളുടെ വീട്ടിൽ ഇപ്പോൾ ഇല്ലാത്തൊരു ഇൻഗ്രീഡിയൻസ് ചിലപ്പോൾ ടൊമാറ്റോ സോസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക. ബെല്ലൈക്കൺ എനേബിൾ ആക്കിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് യൂട്യൂബിൻ്റെ താഴെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.